ഇപ്പോൾ AK ശശീന്ദ്രൻ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ ചിഹ്നം ക്ലോക്കായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന് ഇത്തവണ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കാനാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പകരം അപരനും NCP അജിത് പവാർ പക്ഷം സ്ഥാനാർത്ഥിയുമായ CK ശശീന്ദ്രനാണ് ക്ലോക്ക് ചിഹ്നം ലഭിച്ചത്. ഇദ്ദേഹമാകട്ടെ പ്രചരണം ആരംഭിച്ചിട്ടുമില്ല. അനീഷ് കുമാർ ചേരുന്നത് അദ്ദേഹത്തിനൊപ്പം ശശീന്ദ്രനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനീഷ്, ഒരു വലിയ തിരിച്ചടിയാണ്, പക്ഷേ അപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണോ സ്ഥാനാർത്ഥിയുടെ പ്രചരണം? രഞ്ജിത്ത്, നമുക്കൊപ്പം ഇപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഉണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി മത്സരിച്ചിരുന്ന ചിഹ്നം ക്ലോക്കായിരുന്നു. എന്നാൽ നമുക്കറിയാം NCPയിലുണ്ടായ ഒരു പിളർപ്പും അജിത് പവാർ പക്ഷത്തിന് ക്ലോക്ക് ചിഹ്നം ഉപയോഗിക്കുന്നതിനുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതും ഇവിടെ എന്തായാലും യാദൃശ്യമായി അല്ലെങ്കിൽ കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടിയൊക്കെ ആയിരിക്കാം NCPയുടെ സ്ഥാനാർത്ഥിയെ ഒരു PK ശശീന്ദ്രൻ മത്സരിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പ്രചാരണ സാമഗ്രികളില്ല, ഫ്ലക്സ് ബോർഡുകളില്ല, ചുവരെഴുത്തില്ല, അല്ലെങ്കിൽ തന്റെ ചിഹ്നം ഇതാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള യാതൊരു നടപടികളിലും സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ പലരും കാണുക പോലും ചെയ്യാത്ത ഒരവസ്ഥയാണ്. നമുക്കൊപ്പം എന്തായാലും എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രനുണ്ട്. പുതിയൊരു ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഒരു നിലയിലാണ്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പാർട്ടികൾക്ക്, ജനതാ ആയിട്ട് ബന്ധപ്പെട്ട പാർട്ടികൾക്ക് ചിഹ്നം പലതവണ മാറേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ JDS നിയമസഭയിൽ ഇപ്പം മത്സരിച്ച ചിഹ്നത്തിലല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാരണം അവരൊരു പുതിയ ചിഹ്നം, പുതിയ പേരും സ്വീകരിച്ചു. ഇപ്പോൾ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാത് സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിഹ്നം അനുവദിക്കപ്പെടുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ സാധാരണ നടപടിയിൽ നിന്നും വ്യത്യസ്തമായി അസാധാരണമായ ഒരു നടപടി ഉണ്ടായി. സാധാരണ ഒരു ദേശീയ പാർട്ടി പടരുമ്പോൾ, ഞങ്ങളുടെ പാർട്ടി ദേശീയ അംഗീകാരമുള്ള പാർട്ടിയായിരുന്നു, പടരുമ്പോൾ രണ്ടു കൂട്ടർ ക്ലെയിം ചെയ്യുമ്പം ആ ഒറിജിനൽ ചിഹ്നം മരവിപ്പിക്കുകയാണ് പതിവ്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, പശു കിടാവ് മരവിപ്പിച്ചു, മുഖം വെച്ച കാള മരവിപ്പിച്ചു, പിന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന് ഒരുപാട് മഹാരാഷ്ട്രയിലും പല പല അങ്ങനെ വരുമ്പം മരവിപ്പിക്കുന്നതിന് പകരം ഏകപക്ഷീയമായ അജിത് പവാറിന് ആണ് പിന്നെ ചിഹ്നത്തിന് അവകാശം എന്ന വിധിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയത്. അത് സംബന്ധിച്ചൊരു കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലവിലുണ്ട്. അത് തീരുമാനമാകുന്നതിന് മുമ്പാണ് ഞങ്ങൾക്ക് ഒരു താൽക്കാലിക ചിഹ്നം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അന്തിമ തീരുമാനം സുപ്രീം കോടതി വിധി ആശ്രയിച്ചിരിക്കുകയാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യുന്ന സമയം നടത്തുന്നതിന് പകരം ചിഹ്നം ഏതായാലും, കാരണം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചിഹ്നത്തിനല്ല വോട്ട് ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ കുറെ കൂടി രാഷ്ട്രീയ പ്രബുദ്ധത വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ചിഹ്നവും കൂടിയും ഒന്നും ആവശ്യമില്ല. വോട്ടറെ സംബന്ധിച്ചിടത്തോളം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താവുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പ്രശ്നമല്ല. പക്ഷേ എന്താണ്, ഞങ്ങൾ നേരത്തെ വോട്ടറുടെ മനസ്സിൽ പതിച്ചുപോയ ഒരു ഇപ്പോഴതല്ല എന്ന് തിരുത്തി അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അടിയന്തര സ്വഭാവത്തോടു കൂടിയ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. പക്ഷേ പേരും താങ്കളുടെ പേരിന് സമാനമായി K എന്ന അക്ഷരത്തിൽ മാത്രമേ മാറ്റമുള്ളൂ, അല്ലെ? PK ശശീന്ദ്രൻ എന്നാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ചിഹ്നം ലഭിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പ്രചാരണവും നടത്തുന്നില്ല, പ്രവർത്തനം നടത്തുന്നില്ല, ഒന്നുമില്ല. ഒരു 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 അപരൻ എന്ന രീതിയിലാണ് പ്രവർത്തനം, അല്ലെ? അതെ, അപരനെന്ന രീതിയിൽ സാധാരണ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് കുറച്ചും കൂടി ലളിതവൽക്കരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ആസൂത്രിതമായി, ഒന്നാമത് അറിയപ്പെടുന്നൊരു പ്രവർത്തകനല്ല, ഒരാളെ കണ്ടുപിടിച്ച് അയാൾക്ക് ചിഹ്നവും കൊടുത്ത് അയാളെ നോമിനേഷൻ കൊടുപ്പിച്ച് ചെയ്യുന്ന ഒരു, ഈ പേര് കണ്ടുപിടിക്കണമല്ലോ, സമാനമായ ഒരു പേര് കണ്ടുപിടിക്കാൻ ആരാ കണ്ടുപിടിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ റബലുകളാണെങ്കിൽ ആ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകന്മാരത് കണ്ടുപിടിക്കാനൊക്കെ, ഇത് പ്രവർത്തകന്മാരില്ല, ഒന്നുമില്ല. അപ്പോൾ വളരെ ബോധപൂർവമായി നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ്. വോട്ടർമാരുടെ മനസ്സിൽ സാധാരണഗതിയിൽ എന്നെക്കുറിച്ച് എനിക്കനുകൂലമായ നിലപാടിനെ തെറ്റിദ്ധാരണ വരുത്തി ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന ഒരു ബാലിശമായ ശ്രമം. ആ ശ്രമം അവർ നടത്തിയിട്ട് അതിന് ഞാൻ വേറെ പ്രാധാന്യമൊന്നും കാണുന്നില്ല. അതിന് പക്ഷേ ഞങ്ങളെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കൃത്യമായി തന്നെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. പുതിയ ചിഹ്നം
അപ്പോൾ ഈ അപരൻ ബാധിക്കില്ല. അല്ല, അപരൻ ബാധിക്കുമെങ്കിൽ കേരളത്തിൽ എത്ര സ്ഥലത്ത് അപരൻ ബാധിക്കണം? ഏതെങ്കിലും പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവരൻ ജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? റബേല് ജയിച്ചു. പക്ഷെ ഇവിടെ ചിഹ്നം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. അതാണ് അതിനകത്തൊരു താങ്കളെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി അവിടെയാണ്. അല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി പറഞ്ഞാൽ ഞങ്ങൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ പ്രതിസന്ധി പരിഹരിച്ച് കഴിഞ്ഞു. ഞങ്ങളെ ചിഹ്നം മാറിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ച സ്ഥലത്തെല്ലാം തന്നെ ആ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ കോർപ്പറേഷൻ മൊഗൂർ ഡിവിഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അവിടെ ക്ലോക്ക് ചിഹ്നത്തിൽ വേറെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷേ അത് നഷ്ടം യഥാർത്ഥത്തിൽ ഉണ്ടായത് അങ്ങനെ നിർത്തുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ടായതെന്നാണ് ഞങ്ങളെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പം പ്രചാരണം കൊടുമ്പരി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഈ UDFന്റെ ഒരു ആരോപണം നിരന്തരം ഈ ഡീലാണ്. കേരളത്തിൽ പലയിടത്തും LDFും BJPയുമായി ഡീലൊക്കെ ഉണ്ടെന്നുള്ള ആരോപണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ വിഷയത്തിൽ തിരിഞ്ഞാണ് പ്രചരണം മുന്നോട്ട് നീങ്ങുന്നത്. എങ്ങനെ കാണുന്നത്? ഒന്നാമത് UDF വിഷയദാരിദ്ര്യമില്ലാതെ തപ്പിത്തടയുകയാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാതെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അധികാരം കിട്ടിയാൽ എന്താണ് ചെയ്യുക എന്നൊരു ക്യാമ്പയിൻ, വികസനവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിൽ നിന്നും ഒളിച്ചോടാൻ അവർ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗ്ഗം അത്. അല്ലാതെ അതുമാത്രമല്ല, എന്തു പറയണം, ജനങ്ങളോട് എന്ത് പറഞ്ഞാൽ വോട്ട് ചെയ്തു? ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകണമെന്നാണ്. ഭരണം തുടരണം എന്ന് പറയുന്നത്. ഭരണം തുടരണം എന്തുകൊണ്ടെന്ന ചോദ്യത്തിൽ ഞങ്ങൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പുതിയത് തുടങ്ങാനുണ്ട്. അത് സമഗ്രമായ കേരള വികസനവുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളതുകൊണ്ടാണ് വികസന പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷേ വികസന പ്രശ്നങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ കഴിയുന്നില്ല. 1. 2, അഴിമതി ആരോപണം പറഞ്ഞ് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ കഴിയുന്നില്ല. മറ്റേതെങ്കിലും തരത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തോ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ നിരായുധനായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഈ ഡീൽ എന്ന ഏർപ്പാടിലൂടെ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കോലീബി ബന്ധമൊക്കെ വടകരയിൽ ഞങ്ങൾ KP യൂണിവേഴ്സിറ്റി മത്സരിച്ചപ്പോൾ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരാണ്. ബേപ്പൂർ അല്ലേ? അത് ബേപ്പൂരും വടകരയും, വടകര പാർലമെന്റിലും ബേപ്പൂർ അസംബ്ലിയിലും. അപ്പോൾ ഇതൊന്നും ജനം വകവെക്കില്ലെന്നാണ്. ജനങ്ങൾ അത്ര ചിന്താശക്തി ഇല്ലാത്തവരും രാഷ്ട്രീയ കാര്യങ്ങൾ അവഗണന ചെയ്യാൻ കഴിവില്ലാത്തവരുമാണെന്ന് നമ്മളെന്തിനാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അവർ വളരെ പ്രബുദ്ധരാണ് കേരളത്തിലെ വോട്ടർമാർ. അതുകൊണ്ടാണ് ചില തെരഞ്ഞെടുപ്പുകളിൽ ചില തരത്തിൽ സവിശേഷതയാർന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട്. AK ശശീന്ദ്രനാണ് MS സനീഷ് കുമാർ സംസാരിക്കുന്നത്. ഇത്തവണ ക്ലോക്ക് ചിഹ്നമില്ല, പക്ഷേ അപ്പോഴും ആത്മവിശ്വാസത്തിലാണ് ശശീന്ദ്രൻ എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.